വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ ദ 1 മില്യൺ പൗണ്ട് ബാങ്ക് നോട്ട് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെയും എക്സ്പ്ലനേഷൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. Do you think the first person narrative technique helps to build a connection between the reader and the protagonist? ഈ സ്റ്റോറിയിലെ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ടെക്നിക്ക്, അതായത് ഇതിലെ ക്യാരക്ടർ തന്നെ കഥ പറയുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഈ ക്യാരക്ടറും റീഡേഴ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ദ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ഹെൽപ്സ് ബിൽഡ് എ സ്ട്രോങ് കണക്ഷൻ ബിറ്റ്വീൻ ദ റീഡർ ആൻഡ് ദ പ്രൊട്ടഗോണിസ്റ്റ്. അതെ, ഈ സ്റ്റോറിയിലെ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ഇതിലെ ക്യാരക്ടറും റീഡേഴ്സും തമ്മിലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഇറ്റ് അലൗസ് റീഡേഴ്സ് ടു എക്സ്പീരിയൻസ് ഈ സ്ട്രഗിൾസ്, കൺഫ്യൂഷൻ ആൻഡ് ഇൻറ്റേർണൽ തോട്ട്സ് ഡയറക്ട്ലി. ഈ സ്റ്റോറിയിലെ ക്യാരക്ടർ കടന്നു പോകുന്ന മാനസികാവസ്ഥ, അയാളുടെ ചിന്തകൾ, ഫീലിങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റീഡേഴ്സിന് ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ടെക്നിക്ക് ഹെൽപ്ഫുൾ ആണ്. മേക്കിംഗ് ഈസ് ട്രാൻസ്ഫോർമേഷൻ ഫീൽ മോർ പേഴ്സണൽ ആൻഡ് എൻഗേജിങ്. അപ്പോൾ ഒരു പാവപ്പെട്ട ആൾ എന്നുള്ള രീതിയിൽ നിന്ന് റിച്ച് ആയിട്ടുള്ള ഒരാളിലേക്ക് അയാളുടെ ട്രാൻസ്ഫോർമേഷനാണ് ഈ സ്റ്റോറിയിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് കടന്നു വരുന്ന ഈ ഇമോഷൻസും കൺഫ്യൂഷൻസും എല്ലാം തന്നെ ഡയറക്റ്റായിട്ട് റീഡേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് ഹെൽപ്ഫുൾ ആണ്. ഹൗ ഡസ് ദ നരേറ്റീവ് സ്ട്രക്ചർ ഓഫ് ദ 1 മില്യൺ പൗണ്ട് ബാങ്ക് നോട്ട് പ്രോഗ്രസ് ടു റിഫ്ലക്ട് ഹെൻറീസ് ചേഞ്ചിങ് സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി? ഇനി ഈ സ്റ്റോറിയിലെ നരേറ്റീവ് സ്ട്രക്ചർ ഇയാളുടെ ഈ ഒരു സ്റ്റാറ്റസിൽ ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് അവതരിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. ദ നരേറ്റീവ് പ്രോഗ്രസസ് ലീനിയർലി. ഇവിടെ നരേറ്റീവ് സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീനിയർ ആയിട്ടുള്ള ഒരു നരേറ്റീവ് സ്ട്രക്ചറാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. അതായത് ആദ്യം നടന്നിട്ടുള്ള സംഭവങ്ങൾ ആദ്യം പറയുക, പിന്നീട് അത് ഗ്രാജുവലായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റോറി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതല്ലാതെ വേറെ ഏത് രീതിയിലാണ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പല സ്റ്റോറികളിലും ഫ്ലാഷ് ബാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ആദ്യം നടന്നത് ആദ്യം പറയാതെ ഫ്ലാഷ് ബാക്ക് വഴി പിന്നീട് പറയുന്ന രീതിയിലൊക്കെ സ്റ്റോറി സ്ട്രക്ചർ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ സ്റ്റോറിയിൽ അങ്ങനെയല്ല. ഇതൊരു ലീനിയർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ കാണുന്നത്. അതായത് ആദ്യം നടന്ന കാര്യങ്ങൾ ആദ്യം പറയുക എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ആ ബ്രദേഴ്സ് തമ്മിൽ ബെറ്റ് വെച്ചിട്ടുള്ള കാര്യം പോലും ഹെൻറിക്ക് ആ സമയത്ത് അറിയുന്നില്ല. പക്ഷേ അത് ആദ്യം നടന്ന കാര്യമാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ആ കഥ പറയുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ലീനിയർ സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഗിനിങ് വിത്ത് ഹെൻറി ആസ് എ പെനിലസ് സ്ട്രേഞ്ചർ ഇൻ ലണ്ടൻ. അപ്പോൾ തുടക്കത്തിൽ ഇയാളിങ്ങനെ പൈസയൊന്നും ഇല്ലാതെ ലണ്ടനിൽ എത്തിപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. As he navigates society with a banknote, his status shifts from an outcast to a celebrated figure. പിന്നെ നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത് ഈ ബാങ്ക് നോട്ടുമായിട്ട് ഇയാൾ നടക്കുന്ന സമയത്ത് ഈ ഒരു പാവപ്പെട്ട ആളുടെ അവസ്ഥയിൽ നിന്ന് അയാൾ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നു. ദ ലീനിയർ നരേറ്റീവ് സ്ട്രക്ചർ എഫക്റ്റീവ്ലി മിറേഴ്സ് ഹിസ് റൈസിംഗ് സോഷ്യൽ പൊസിഷൻ. അപ്പോൾ ഈ സ്റ്റോറിയുടെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു ലീനിയർ സ്ട്രക്ചറാണ്. അതായത് ആദ്യം നടന്ന കാര്യങ്ങൾ ആദ്യം പറയുക എന്നുള്ള രീതിയിലുള്ള സ്ട്രക്ചറാണ് ഈ സ്റ്റോറിയിലുള്ളത്. അപ്പോൾ ഗ്രാജുവൽ ആയിട്ടുള്ള അയാളുടെ ചേഞ്ച് നമുക്ക് എഫക്റ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഐഡൻറ്റിഫൈ ദ സ്റ്റോറീസ് സെൻട്രൽ കൺഫ്ലിക്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് റിസോൾവ്ഡ്. ഇനി ഈ സ്റ്റോറിയിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കൺഫ്ലിക്റ്റ് എന്താണ്, എന്ത് വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ സ്റ്റോറി ഉള്ളത്, എങ്ങനെയാണത് സോൾവ് ചെയ്യുന്നത്? The central conflict is whether Henry can survive for a month with an unusable 1 million pound banknote. ഈ സ്റ്റോറിയുടെ കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കടയിലൊന്നും പോയിട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത ഒരു 1 മില്യൺ പൗണ്ടിൻ്റെ ബാങ്ക് നോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കൊരു സിറ്റിയിൽ ഒരു മാസം ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് റിസോൾവ്ഡ് വെൻ ഹി ഗെയിൻസ് വെൽത്ത് ആൻഡ് സ്റ്റാറ്റസ് ത്രൂ എ പെർസെപ്ഷൻ റദർ ദാൻ ആക്ച്വൽ സ്പെൻഡിങ്. പക്ഷേ ഈ നോട്ട് ചിലവാക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ഒരു പണക്കാരനാണെന്നുള്ള ഇമേജ് മാത്രം വെച്ചുകൊണ്ട് അയാൾക്ക് അവിടെ സർവൈവ് ചെയ്യാനും അതുപോലെ പണം സമ്പാദിക്കാനെല്ലാം സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സ്റ്റോറിയിലെ കൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, സൈറ്റിംഗ് ദി എക്സാമ്പിൾസ് ഓഫ് ഡയലോഗ് ബിറ്റ്വീൻ ദ ടു ബ്രദേഴ്സ് റിവീൽ ദെയർ പേഴ്സണാലിറ്റീസ് ഇൻ ദ സ്റ്റോറി. ഇനി ഈ സ്റ്റോറിയിലെ ബ്രദേഴ്സിൻ്റെ പേഴ്സണാലിറ്റീസ് അവരുടെ ഡയലോഗിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ചോദിക്കുന്നത്. The two wealthy brothers have contrasting personalities in the story. ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്ന ആ രണ്ട് വെൽത്തി ബ്രദേഴ്സിന് കോൺട്രാസ്റ്റിംഗ് അല്ലെങ്കിൽ പരസ്പരം വ്യത്യസ്തപ്പെട്ടിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് ഉള്ളത്. The differences of opinion and character are revealed through their bet and dialogue.
ഇനി ഈ രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അവരുടെ പേഴ്സണാലിറ്റിയിലും ക്യാരക്ടറിലുള്ള വ്യത്യാസം അവർ ആ ബെറ്റ് വയ്ക്കുന്നതിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട ഡയലോഗ്സിൽ നിന്നും നമുക്ക് കാണാവുന്നതാണ്. വൺ ബ്രദർ ഈസ് സ്കെപ്റ്റിക്കൽ ആൻഡ് റിയലിസ്റ്റ്. ഒരു ബ്രദർ കാര്യങ്ങൾ സംശയത്തോടെ നോക്കി കാണുന്നയാളും അതുപോലെ തന്നെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കുന്ന വ്യക്തിയുമാണ്. ഹി ബിലീവ്സ് എ പെന്നിലെസ് മാൻ വിത്ത് എ £1 million നോട്ട് വുഡ് നോട്ട് സർവൈവ്. അയാൾ കരുതുന്നത് ഒരു £1 million ബാങ്ക് നോട്ടും വെച്ചുകൊണ്ട് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്ക് ഒരു സിറ്റിയിൽ അതിജീവിക്കാൻ കഴിയില്ല എന്നാണ്. ഹി ഫോക്കസസ് ഓൺ ദ റിയലിസ്റ്റിക് ചലഞ്ചസ് ഓഫ് കാഷിംഗ് ദ നോട്ട്. അതിന് കാരണമായിട്ട് അയാൾ ചിന്തിക്കുന്നത് ഇതിൽ പ്രാക്ടിക്കലായിട്ട് വരുന്ന വിഷയങ്ങളാണ്. കാരണം ഇത്ര വലിയ നോട്ട് എവിടെയും കൊണ്ടുപോയിട്ട് ചേഞ്ച് ആക്കാൻ പറ്റില്ല. ഇനി ബാങ്കിലോ മറ്റോ കൊടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഇയാളുടെ കയ്യിൽ എങ്ങനെ ഇത് വന്നു, ഇയാൾ മോഷ്ടിച്ചതായിരിക്കും എന്നുള്ള രീതിയിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുക ഉണ്ടാവുക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സംശയത്തോടു കൂടിയും അതുപോലെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടാണ് ഒരു ബ്രദർ നോക്കിക്കാണുന്നത്. ദി അതർ ബ്രദർ ഈസ് എൻ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് എൻ ഐഡിയലിസ്റ്റ്. ഇനി അടുത്ത ബ്രദർ ആണെങ്കിൽ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹി ആർഗ്യൂസ് ദാറ്റ് വൺ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഹാവിങ് ടു സ്പെൻഡ് ദ നോട്ട്. അയാൾ പറയുന്നത് ഈ നോട്ട് ചിലവാക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്നാണ്. ഹി ഫോക്കസസ് ഓൺ ദ ഓപ്പർച്യൂണിറ്റീസ് ദ നോട്ട് കുഡ് പ്രൊവൈഡ്. ഈ നോട്ടുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസിലാണ് അയാൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ബ്രദറിൽ നമ്മൾ കണ്ടു ഈ നോട്ടുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബ്രദർ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരാൾ കാര്യങ്ങൾ സംശയത്തോടു കൂടി നോക്കി കാണുകയും ഒരാൾ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നോക്കി കാണുകയും എന്ന രീതിയിലാണ് രണ്ടുപേരുടെയും ക്യാരക്ടർ നമ്മൾ കാണുന്നത്. They have no concern for the potential struggles of Henry. ഇതുകൂടാതെ രണ്ടുപേരുടെയും ക്യാരക്ടറിൽ പൊതുവായിട്ട് വരുന്നൊരു ഘടകം, ഹെൻറിക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. കാരണം നമുക്കറിയാം ഇത്ര വലിയൊരു നോട്ടും കൊണ്ട് കയറി കിടക്കാൻ ഇടം പോലും ഇല്ലാത്ത ഒരാളെ നമ്മൾ പറഞ്ഞയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ നോട്ട് കിട്ടാൻ വേണ്ടി ആരെങ്കിലും ഇയാളെ ആക്രമിക്കുകയോ കൊല ചെയ്യുകയോ ഒക്കെ ഒരുപക്ഷെ ഉണ്ടാവാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചിട്ടൊന്നും അവർ ബോധേഡ് അല്ല എന്നുള്ള കാര്യവും നമ്മൾ കാണുന്നുണ്ട്. ദർ വില്ലിങ്നെസ് ടു എക്സ്പെരിമെൻ്റ് ഓൺ ഹെൻറി ഷോസ് ദർ ഡിറ്റാച്ച്ഡ് പ്രിവിലേജ്ഡ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഹെൻറിയുടെ ജീവിതം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ തീരുമാനത്തിൽ നമ്മൾ കാണുന്നത് അവരുടെ ഒരു ഡിറ്റാച്ച്ഡ്, ആരുമായിട്ട് ഒരു അടുപ്പമില്ലാത്ത അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന ആളുകളായിട്ടാണ് ഈ രണ്ട് ബ്രദേഴ്സിനെയും നമ്മൾ കാണുന്നത്. അനലൈസ് ദ റിയാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ടുവേർഡ്സ് ഹെൻറി വെൻ ഹി പൊസസ് ദ ബാങ്ക് നോട്ട്. സൈറ്റിംഗ് എക്സാമ്പിൾസ് ഫ്രം ദ ടെക്സ്റ്റ്, അനലൈസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് വെൽത്ത് ഇൻ സൊസൈറ്റി. ഇനി ഹെൻറിയുടെ കയ്യിൽ ബാങ്ക് നോട്ട് ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ എങ്ങനെയാണ് ഹെൻറിയെ ട്രീറ്റ് ചെയ്തിരുന്നത്, ഈ എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് സമ്പത്തിന് സമൂഹത്തിലുള്ള സ്വാധീനത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇനീഷ്യലി ഹെൻറി ഈസ് ഇഗ്നോർഡ് ആൻഡ് പിറ്റീഡ് ആസ് എ റാഗ്ഡ് സ്റ്റാർവിംഗ് മാൻ. പീപ്പിൾ ട്രീറ്റ് ഹിം വിത്തൗട്ട് റെസ്പെക്ട് ബേസ്ഡ് ഓൺ ഹിസ് അപ്പിയറൻസ്. തുടക്കത്തിൽ ആളുകൾ ഹെൻറിയെ ഇഗ്നോർ ചെയ്യുകയും ഒരു റെസ്പെക്റ്റ് ഇല്ലാതെയാണ് പെരുമാറുന്നത്. ഹെൻറിയുടെ അപ്പിയറൻസ് കാണുന്ന സമയത്ത് മുഷിഞ്ഞ വസ്ത്രങ്ങളും മറ്റൊക്കെ കാണുമ്പോൾ അയാളൊരു പാവപ്പെട്ട ഒരു പിച്ചക്കാരനെ പോലുള്ള ആളാണ് എന്നുള്ള രീതിയിൽ റെസ്പെക്റ്റ് ഒന്നും ഇല്ലാതെയാണ് ആളുകൾ ഹെൻറിയെ ട്രീറ്റ് ചെയ്യുന്നത്. ബട്ട് വെൻ ഹി പ്രസൻസ് ദ നോട്ട്, ഇൻഡിവിജ്വൽസ് ട്രീറ്റ് ഹിം വിത്ത് എക്സസീവ് റെസ്പെക്റ്റ് അസ്യൂമിങ് ഹി ഈസ് എ മില്യണയർ. എന്നാൽ ഹെൻറിയുടെ കയ്യിലുള്ള നോട്ട് കാണുന്ന സമയത്ത് അവരെല്ലാവരും ഹെൻറിയെ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഹെൻറി ഒരു മില്യണയർ ആണ്, വലിയ പണക്കാരനാണെന്നുള്ള രീതിയിലാണ് അവർ ഹെൻറിയെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ദിസ് കോൺട്രാസ്റ്റ് ഷോസ് ഹൗ വെൽത്ത് ഈസ് ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഹൗ പീപ്പിൾ ആർ ട്രീറ്റഡ് ഇൻ സൊസൈറ്റി. അപ്പോൾ ഈ ഒരു വ്യത്യാസത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യർ എങ്ങനെയാണ് സമൂഹത്തിൽ ഈ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. പണമുള്ള ആളുകളെ സമൂഹം റെസ്പെക്റ്റോട് കൂടി ട്രീറ്റ് ചെയ്യുകയും പണമില്ലാത്ത ആളുകളെ റെസ്പെക്റ്റ് ഇല്ലാതെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചിത്രം ഈ ഒരു കോൺട്രാസ്റ്റിൽ നമുക്ക് ലഭിക്കുന്നു. ദ റെസ്റ്റോറൻറ്റ് ഓണർ പ്രൊവൈഡ്സ് ഹിം അൺലിമിറ്റഡ് ക്രെഡിറ്റ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ സ്റ്റോറിയിൽ കാണുന്നത് ഹെൻറി ഭക്ഷണം കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ഹെൻറിക്ക് എത്ര വേണമെങ്കിലും അവിടുന്ന് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നു. The tailor, who initially mocks his shabby appearance, eagerly provides luxurious suits on credit. അതുപോലെ തന്നെ ടൈലർ ഷോപ്പിൽ പോകുന്ന സമയത്തും ആദ്യം അവർ ഹെൻറിയെ കളിയാക്കുകയാണ് ചെയ്യുന്നത് ആളുടെ വസ്ത്രമൊക്കെ കണ്ടിട്ട്. പക്ഷേ ഈ ബാങ്ക് നോട്ട് കാണുന്ന സമയത്ത് അവിടുന്ന് എത്ര ഡ്രസ്സ് വേണമെങ്കിലും എടുക്കാം, പൈസയൊക്കെ പിന്നെ തന്നാൽ മതി എന്നുള്ള രീതിയിൽ അവർ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ട് ഹെൻറിയെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു.
High society welcomes him, offering hotel accommodations and elite invitations, all based on his presumed wealth. ഇതുകൂടാതെ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഹെൻറിയെ റെസ്പെക്റ്റോടുകൂടി ട്രീറ്റ് ചെയ്യുന്നു. ഹെൻറിയെ ഒരു അരിസ്റ്റോക്രാറ്റിക് ഡിന്നറിന് ക്ഷണിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എലൈറ്റ് ഹോട്ടലൊക്കെ ഹെൻറിക്ക് ക്രെഡിറ്റ് ആയിട്ട് അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ സമ്പത്ത് കയ്യിലുണ്ട് എന്ന് കാണുന്ന സമയത്ത് ഹെൻറിയെ റെസ്പെക്റ്റോടുകൂടി ട്രീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. This demonstrates how society equates wealth with worth, granting privilege and respect. അപ്പോൾ ഈ ഒരു കഥയിൽ നമ്മൾ കാണുന്നത് സമൂഹം എങ്ങനെയാണ് സമ്പത്തിനെ ഈ വെർത്തുമായിട്ട് ഒരാളുടെ മൂല്യത്തെ അയാളുടെ കയ്യിലുള്ള പണവുമായിട്ട് ബന്ധപ്പെടുത്തുന്നുള്ളതാണ്. സമ്പത്തുള്ള ആളുകൾക്ക് പ്രിവിലേജും റെസ്പെക്റ്റും എല്ലാം സമൂഹം കൊടുക്കുന്നു. Twain satirizes how financial perception rather than merit dictates social treatment. അപ്പോൾ ഈ കഥയിൽ ഒരു ആക്ഷേപഹാസ്യമായിട്ട് മാർക്ക് ട്വൈൻ വിമർശിക്കുന്നത് ഒരാളുടെ മൂല്യത്തിനെ അയാളുടെ കയ്യിലുള്ള പണവുമായിട്ട് എങ്ങനെയാണ് സമൂഹം ബന്ധപ്പെടുത്തുന്നത് എന്നുള്ള ആ ഒരു സാമൂഹിക ചിന്താഗതിയെയാണ്. അടുത്ത ചോദ്യം, അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വെൽത്ത് ആൻഡ് പേഴ്സണൽ ഐഡൻറ്റിറ്റി ആസ് ഇറ്റ് ഈസ് എക്സ്പ്ലോർഡ് ഇൻ ദ സ്റ്റോറി. ഇനി ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റിയും അയാളുടെ സമ്പത്തും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? ദ സ്റ്റോറി എക്സ്പ്ലോർസ് ഹൗ വെൽത്ത് ഇൻഫ്ലുവൻസസ് പേഴ്സണൽ ഐഡൻറ്റിറ്റി. ഒരാളുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റിയെ എങ്ങനെയാണ് സമ്പത്ത് സ്വാധീനിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഈ കഥയിൽ അവതരിപ്പിക്കുന്നുണ്ട്. വെൽത്ത് ഇൻഫ്ലുവൻസസ് ബോത്ത് സെൽഫ് പെർസെപ്ഷൻ ആൻഡ് ഹൗ അതേഴ്സ് വ്യൂ ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ തന്നെ പേഴ്സണാലിറ്റിയെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെയും സമൂഹം ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി എങ്ങനെ കാണുന്നു എന്നുള്ളതിനെയും ഈ സമ്പത്ത് സ്വാധീനിക്കുന്നുണ്ട്. ഹെൻറീസ് ക്യാരക്ടർ ഈസ് ഇനീഷ്യലി ഹംബിൾ ആൻഡ് പ്രാക്ടിക്കൽ. ഹെൻറിയുടെ ക്യാരക്ടർ നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നുണ്ട്. വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയായിട്ടാണ് നമ്മൾ ഹെൻറിയെ കാണുന്നത്. ഹി റിമെയിൻസ് ട്രൂ ടു ഹിംസെൽഫ് ബട്ട് ഈസ് സബ്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ന്യൂ സ്റ്റാറ്റസ്. അപ്പോൾ അയാൾ ഒരുപാട് കടമൊന്നും ഉണ്ടാക്കണ്ട, അയാളുടെ സാലറി കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ ജീവിച്ചാൽ മതി എന്നുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ചിന്താഗതിയൊക്കെയാണ് ഹെൻറിക്ക് നമ്മൾ തുടക്കത്തിൽ കാണുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും ഈ വെൽത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഹെൻറിയുടെ ക്യാരക്ടറിൽ ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. He confidently debates with the Duke at an aristocratic dinner over precedence, showing how perceived wealth affects self-image. ഒരു ഡിന്നറിൽ ഒരു ഡ്യൂക്കുമായിട്ട് ഹെൻറി ആർഗ്യൂ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഡിന്നറിലെ പ്രസിഡൻസ്, അതായത് ആ ഡിന്നർ ടേബിളിൽ സെൻട്രലിൽ ഇരിക്കേണ്ടത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഹെൻറി ഒരു ഡ്യൂക്കുമായിട്ട് തർക്കിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഹെൻറിയുടെ സ്വന്തം പേഴ്സണൽ ഐഡൻറ്റിറ്റി തന്നെ ഹെൻറി ഈ സമ്പത്ത് കാരണം കൊണ്ട് മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. The society mocks and treats Henry without respect when they think he is poor. പിന്നെ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടതുപോലെ തന്നെ ഹെൻറി പാവപ്പെട്ട ആളാണ് എന്ന് കരുതുന്ന സമയത്ത് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെയാണ് ഹെൻറിയെ കളിയാക്കിക്കൊണ്ടൊക്കെയാണ് സമൂഹം ഹെൻറിയെ ട്രീറ്റ് ചെയ്യുന്നത്. ബട്ട് വെൻ ദേ സീ ദ നോട്ട് ഹീ സീൻ ആസ് പവർഫുൾ ആൻഡ് ദേ ട്രീറ്റ് ഹിം റെസ്പെക്ട്ഫുള്ളി. എന്നാൽ ഹെൻറിയുടെ ആ നോട്ട് കാണുന്ന സമയത്ത് അവർ ഹെൻറിയെ വളരെ റെസ്പെക്റ്റോടു കൂടി ട്രീറ്റ് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. Twain critiques the superficial link between wealth and identity, showing how financial illusion dictates social standing. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഒരാളുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി അവിടെ വിലയിരുത്തുന്ന സമയത്ത് വെൽത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു ചിത്രമാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. ദ സ്റ്റോറി ഷോസ് ഹൗ പേഴ്സണൽ ഐഡൻറ്റിറ്റി ഈസ് ബേസ്ഡ് ഓൺ വെൽത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആക്ഷൻസ്. ഒരാളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തികളോ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ വിലയിരുത്താതെ സമൂഹം പലപ്പോഴും ഒരാളുടെ കയ്യിലുള്ള വെൽത്ത് വെച്ചുകൊണ്ട് ഒരാളുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി വിലയിരുത്തുന്ന ഒരു ചിത്രത്തെയാണ് ഈ കഥയിൽ മാർക്ക് ട്വെയിൻ വിമർശിക്കുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, അനലൈസ് ദ ചേഞ്ചസ് ഇൻ ഹെൻറീസ് ക്യാരക്ടർ ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. ഹൗ ഡസ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ദ ബാങ്ക് നോട്ട് ഷേപ്പ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റി? ഹെൻറിയുടെ ക്യാരക്ടർ ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ നിന്ന് അവസാനത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? ഈ ബാങ്ക് നോട്ട് വെച്ചുകൊണ്ടുള്ള ഹെൻറിയുടെ എക്സ്പീരിയൻസ് സമൂഹത്തെക്കുറിച്ച് എന്ത് കാര്യമാണ് ഹെൻറിയെ പഠിപ്പിക്കുന്നത് എന്നുമാണ് ചോദിക്കുന്നത്. Henry starts as a hard-working and practical young man living a simple life in San Francisco. സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോർമൽ മാൻ എന്നുള്ള രീതിയിലാണ് ഹെൻറിയെ നമ്മൾ കാണുന്നത്. He values honesty and self-reliance, never expecting wealth or privilege to shape his future. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് ജീവിതത്തിൽ മുന്നേറാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഹെൻറിയെ നമ്മൾ കാണുന്നത്.
After being stranded at sea and arriving in London penniless, he experiences the harsh reality of poverty. പിന്നീട് അദ്ദേഹം കടലിൽ അകപ്പെട്ടിട്ട് ഈ കപ്പൽ രക്ഷിച്ച് ലണ്ടനിൽ എത്തിപ്പെടുന്ന സമയത്ത് നമുക്കറിയാവുന്ന പോലെ കയ്യിൽ 5 പൈസ ഇല്ലാതെയാണ് ഹെൻറി ലണ്ടനിൽ എത്തിച്ചേരുന്നത്. ആ സമയത്ത് ഹെൻറി ദാരിദ്ര്യത്തിൻ്റെ ഒരു ഹാർഷ് റിയാലിറ്റി അനുഭവിക്കുന്നുണ്ട്. ഹി സ്ട്രഗിൾസ് ടു മെയിൻറ്റെയിൻ ഡിഗ്നിറ്റി ഈവൻ വെൻ സ്റ്റാർവിങ്. അങ്ങനെ വിശന്ന് വലിഞ്ഞു നടക്കുന്ന സമയത്ത് പോലും സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഹെൻറിയെ നമ്മൾ കാണുന്നുണ്ട്. ആ ഗട്ടറിൽ കിടക്കുന്ന ഫ്രൂട്ട് ആരും കാണാതെ എടുക്കാൻ ശ്രമിക്കുന്ന ഹെൻറിയെയൊക്കെ ആ സമയത്ത് നമ്മൾ കാണുന്നു. When given the £1 million banknote, his situation changes instantly as people assume he is extraordinarily wealthy. ഇനി ആ ബാങ്ക് നോട്ട് ആ ബ്രദേഴ്സ് എക്സ്പെരിമെൻറ്റിൻ്റെ പേരിൽ ഹെൻറിക്ക് കൊടുക്കുന്ന സമയത്ത് ഹെൻറിയുടെ സിറ്റുവേഷൻ ആകെ മാറുന്നു. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടതുപോലെ തന്നെ പിന്നീട് സമൂഹം വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഹെൻറിയെ ട്രീറ്റ് ചെയ്യുന്നത്. He is treated with excessive respect, gaining free meals, luxurious clothing and high status invitations without having to prove himself. അപ്പോൾ ഈ നോട്ട് കയ്യിലുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഹെൻറിക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവിടെ ക്രെഡിറ്റിൽ അവിടെ റെസ്റ്റോറൻറ്റ്സ് ഭക്ഷണം കൊടുക്കുന്നു, ക്ലോത്ത് കൊടുക്കുന്നു, അതുപോലെ തന്നെ അരിസ്റ്റോക്രാറ്റുകൾ പങ്കെടുക്കുന്ന ഡിന്നറുകളിലേക്ക് ഹെൻറി ഇൻവൈറ്റ് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദിസ് ന്യൂ ഫൗണ്ട് പ്രിവിലേജ് ഇൻഫ്ലുവൻസസ് ഹിസ് ക്യാരക്ടർ. ഇനി ഈ ഒരു വെൽത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഹെൻറിയുടെ ക്യാരക്ടറിലും ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഹി ബിക്കംസ് കോൺഫിഡൻറ്റ് ആൻഡ് കംഫർട്ടബിൾ ഇൻ ഹൈ സൊസൈറ്റി ആൻഡ് ഈവൻ ആർഗ്യൂസ് വിത്ത് ഡ്യൂക്ക് ഓവർ പ്രസിഡൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിന്നർ പാർട്ടിയിൽ വെച്ചിട്ട് പ്രസിഡൻസിന് വേണ്ടിയിട്ട് ആ ടേബിളിൽ സെൻട്രൽ ആരിയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ഡ്യൂക്കായിട്ട് ഹെൻറി ആർഗ്യൂ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഹെൻറിയുടെ ക്യാരക്ടർ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഹമ്പിൾ അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള പ്രൗഡായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ നോട്ട് കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഹെൻറി വരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. Henry realizes that wealth, whether real or perceived, dictates how one is treated. അപ്പോൾ ഈ അനുഭവങ്ങളിൽ നിന്ന് ഹെൻറി പഠിക്കുന്ന കാര്യം ഒരു വ്യക്തി സമൂഹത്തിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അയാളുടെ സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് എന്നൊരു കാര്യമാണ്. He learns how easily people equate financial status with intelligence and credibility. ഇതുകൂടാതെ ഒരാളുടെ കയ്യിലുള്ള സമ്പത്ത് അയാളുടെ ഇൻ്റലിജൻസിൻ്റെയും ക്രെഡിബിലിറ്റിയുടെയും ഒരാളുടെ വിശ്വാസ്യതയുടെയും അതുപോലെ തന്നെ ഒരാളുടെ ബുദ്ധിയുടെയും ഒക്കെ അടയാളമായിട്ട് സമൂഹം കണക്കാക്കുന്നു എന്നുള്ള കാര്യവും ഹെൻറി മനസ്സിലാക്കുന്നു. യൂസിങ് ദിസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട് ലോർഡ് ഹേസ്റ്റിംഗ്സ് സെക്യൂർ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഹെൻറി അദ്ദേഹത്തിൻ്റെ കൊളീഗായിരുന്ന ലോർഡ് ഹേസ്റ്റിംഗ്സിൻ്റെ മൈനിങ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആകർഷിക്കുന്നത്. കാരണം ഹെൻറിക്ക് ആ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ഉണ്ട് എന്ന് കേൾക്കുന്ന സമയത്താണ് അതുവരെ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരുന്ന ആളുകളൊക്കെ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി തയ്യാറാവുന്നത്. Despite his elevated status, he does not become reckless. He remains practical, recognizing that his situation is temporary. എന്നാൽ ഈ ഒരു വെൽത്തിൻ്റെ ഇല്യൂഷൻ ഉള്ളത് കാരണം കൊണ്ട് അയാളുടെ ക്യാരക്ടർ പൂർണ്ണമായിട്ടും മാറുന്നില്ല എന്നും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇത് തിരിച്ചു കൊടുക്കേണ്ട പണമാണ് എന്നുള്ളൊരു ബോധ്യം അയാൾക്കുണ്ട്. അപ്പോൾ അയാളുടെ സാലറിയിൽ അയാൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാവുന്ന ക്രെഡിറ്റ് മാത്രമാണ് അയാൾ എടുക്കുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. By the end, Henry emerges wiser, understanding both the power and absurdity of social perceptions surrounding wealth. അപ്പോൾ ഈ സ്റ്റോറി അവസാനിക്കുന്ന സമയത്ത് ഹെൻറിയുടെ ക്യാരക്ടർ കുറച്ചുകൂടി വൈസറായിട്ട് ഒരു അറിവുള്ള വ്യക്തിയായിട്ടാണ് ഹെൻറിയെ നമ്മൾ കാണുന്നത്. ഈ വെൽത്തിൻ്റെ ഒരു പവർ, കയ്യിൽ പണമുണ്ട് എന്നതുകൊണ്ട് ലഭിക്കുന്ന റെസ്പെക്റ്റും പ്രിവിലേജും അതിൻ്റെ ഒരു പവറിനെ കുറിച്ച് ഹെൻറി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അതിൻ്റെ ഒരു അബ്സർഡിറ്റിയും ഹെൻറി മനസ്സിലാക്കുന്നുണ്ട്. കാരണം അതേവരെ ജീവിച്ചിരുന്ന ഹെൻറി തന്നെയാണ് ബാങ്ക് നോട്ട് കയ്യിലുള്ളപ്പോഴും ജീവിക്കുന്നത്. പക്ഷേ രണ്ട് വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റുകളാണ് ഹെൻറിക്ക് കിട്ടുന്നത്. അതിലൊരു അബ്സർഡിറ്റിയും ഹെൻറി മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പവറും ഹെൻറിയുടെ ക്യാരക്ടറിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു അഗ്രി വിത്ത് ദ പോർട്രയൽ ഓഫ് വെൽത്ത് ഇൻ ദ സ്റ്റോറി? Does having money automatically command respect and privilege as the story suggests? ഇനി പണത്തിൻ്റെ സ്വാധീനത്തെ കുറിച്ചിട്ട് ഈ കഥയിൽ പറയുന്ന കാര്യത്തോട് നമ്മൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെ പണമുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യുന്നതിനോട് നമ്മൾ യോജിക്കുന്നുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, മറിച്ച് അങ്ങനെയാണ് നമ്മുടെ സമൂഹം എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അതിനോട് നമ്മൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ഇവിടെ ചോദ്യം. Twain represents a satirical yet a realistic view of how money influences society.
അപ്പോൾ ഈ കഥയിൽ നമ്മൾ കാണുന്നത് ഒരു ആക്ഷേപഹാസ്യത്തിലുള്ള ഒരു വീക്ഷണമാണ്. എങ്ങനെയാണ് സമ്പത്ത് സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതൊരു ആക്ഷേപഹാസ്യമാണെങ്കിലും അത് റിയലിസ്റ്റിക് ആണ്, സമൂഹത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. Henry experiences a drastic shift in treatment from being ignored as a poor man to being revered as a supposed millionaire. നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത് ഹെൻറിയുടെ എക്സ്പീരിയൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. കയ്യിൽ പണമില്ലാത്ത സമയത്ത് ഇങ്ങനെ ആളുകൾ കളിയാക്കുകയും ഇഗ്നോർ ചെയ്യുകയും ചെയ്തിരുന്ന ഹെൻറി കയ്യിൽ പണമുണ്ട് എന്നൊരവസ്ഥ വരുന്ന സമയത്ത് ആളുകൾ ബഹുമാനത്തോടു കൂടി ട്രീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. Society, including restaurant owners, tailors and aristocrats, offers him special treatment based purely on his perceived wealth. ഇനി സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ, സാധാരണ റെസ്റ്റോറൻറ്റ് ഓണേഴ്സ്, അതുപോലെ തന്നെ ടൈലേഴ്സ്, അതുകൂടാതെ തന്നെ ഈ അംബാസഡേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റി തുടങ്ങി സമൂഹത്തിലെ ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ് എല്ലാവരും തന്നെയും ഈ പണമുള്ള സമയത്ത് ഹെൻറിയെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. It is true that the story's exaggerated portrayal has roots in real world social dynamics. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടാണ്, ഒരു ആക്ഷേപഹാസ്യം പോലെയാണ്. പക്ഷേ എങ്കിൽ തന്നെയും അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാമൂഹ്യ യാഥാർത്ഥ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ളതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. Wealth often brings advantages, opportunities, influence and unearned trust. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ പണമുള്ള ആളുകൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസും അവസരങ്ങളും അതുപോലെ തന്നെ റെസ്പെക്റ്റും എല്ലാം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. People are quick to associate financial success with intelligence and credibility, as seen in how investors support Lloyd Hastings solely because Henry endorses him. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ആളുകൾ, പണമുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിയുണ്ട് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ഈ ഇൻ്റലിജൻസും വെൽത്തും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചിന്താഗതിയാണ് സമൂഹത്തിനുള്ളത്. ഇത് ഈ സ്റ്റോറിയിൽ അവതരിപ്പിക്കപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. ലോയ്ഡ് ഹേസ്റ്റിങ്സിൻ്റെ ബിസിനസ്സിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഹെൻറി അതിലുണ്ട് എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവരും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലും കാണാവുന്നതാണ്. കാരണം നമുക്കറിയാം പല മണി ചെയിൻ തട്ടിപ്പുകൾ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. അതിലൊക്കെ ആളുകൾ പെട്ടുപോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇത് പറയാൻ വേണ്ടി വരുന്ന ആളുകളൊക്കെ വലിയ വില കൂടിയ കാറിൽ സൂട്ടും കോട്ടൊക്കെ ഇട്ട് വരുന്ന കാണുമ്പോൾ അവർ പൈസക്കാരാണെന്നുള്ള രീതിയിലാണ് സമൂഹം അവരെ വിശ്വസിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അത്തരത്തിൽ ഈ പണമുള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കര വിശ്വാസ്യതയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും ഉള്ളത് നമുക്ക് കാണാവുന്നതാണ്. ഹെൻറീസ് ട്രീറ്റ്മെന്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഹൂ ഹി ഈസ് ബട്ട് ഓൺ വാട്ട് അതേഴ്സ് ബിലീവ് ഹിം ടു ബി. ഇനി ഹെൻറിയെ ആളുകൾ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹെൻറി ആരാണെന്നുള്ളതല്ല, മറിച്ച് ഹെൻറി ആരാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഹെൻറിയെ ട്രീറ്റ് ചെയ്യുന്നത്. This highlights a deeper issue that society tends to admire wealth blindly without considering personal merit or character. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ പേഴ്സണൽ മെറിറ്റോ ക്യാരക്ടറോ ഒന്നും പരിഗണിക്കാതെ അയാൾക്ക് വെൽത്ത് ഉണ്ട് എന്ന് കാണുന്ന സമയത്ത് തന്നെ അവരെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുകയും അതുപോലെ റെസ്പെക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത്. The story suggests an unfortunate truth about our society that money alone can grant privilege and respect. അപ്പോൾ നമ്മുടെ സമൂഹത്തെ കുറിച്ചിട്ടുള്ളൊരു നിർഭാഗ്യകരമായിട്ടുള്ള സത്യമാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. കാരണം പണമുള്ള ആളുകൾക്ക് ഒരുപാട് പ്രിവിലേജും റെസ്പെക്റ്റും കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ അവസ്ഥ. അത്തരത്തിൽ ഈ കഥയിൽ സമ്പത്തിൻ്റെ സ്വാധീനത്തെ കുറിച്ചിട്ടുള്ള ചിത്രീകരണം ശരിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.